നമസ്കാരം, ന്യൂസ് അറ്റ് 25ലേക്ക് സ്വാഗതം. അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിൽ കൊണ്ടുപോയ ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഉടൻ തിരികെ എത്തിക്കാൻ കഴിയില്ലെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഇലക്ട്രോ പ്ലേറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞു. ആ സാഹചര്യത്തിൽ അത് തിരികെ കൊണ്ടുവരാനാകില്ല. അതിന് കാലതാമസമുണ്ടാകും. ഇക്കാര്യം ഹൈക്കോടതിയെ ധരിപ്പിക്കുമെന്നും പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അമീബിക്സ് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം ചേലേമ്പ്ര സ്വദേശി ഷാജിയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. അമീബിക്സ് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1 മാസത്തിനിടെ മരിക്കുന്ന 6ാമത്തെയാളാണ് ഷാജി. സംസ്ഥാനത്ത് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി നോക്കുകുത്തിയാകുന്നു. പ്രമാദമായ പല കേസുകളിൽ പോലും നിശബ്ദത പാലിക്കുകയാണെന്നാണ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കെതിരെയുള്ള ആക്ഷേപം. പോലീസ് മർദ്ദനത്തിനെതിരെ തെളിവ് സഹിതം പരാതി നൽകിയിട്ടും കസ്റ്റഡി മരണക്കേസിലെ ഇരകളുടെ കുടുംബങ്ങൾക്ക് പോലും നീതി ലഭിക്കുന്നില്ലെന്നാണ് പരാതി. കൊല്ലത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഈസ്റ്റ് കല്ലട പോലീസ് സ്റ്റേഷനിലെ CPO മുളവന ചൊക്കംകുഴി വിനീത് ഭവനിൽ വിനീതാണ് മരിച്ചത്. വീടിനുള്ളിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടത്. മരണകാരണം വ്യക്തമല്ല. ക്രിസ്ത്യൻ അവകാശങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ പഠന ക്ലാസുമായി സംസ്ഥാന BJP. കോട്ടയത്ത് ബുധനാഴ്ച നടന്ന ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരിപാടിയിലാണ് CBCI കത്തോലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സെക്രട്ടറി അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ ന്യൂനപക്ഷ മോർച്ച ഭാരവാഹികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത്. അടിസ്ഥാന ജനവിഭാഗങ്ങളെയും കർഷകരെയും പരിഗണിക്കാത്ത രീതി സർക്കാരിൽ നിന്നുണ്ടാകുകയാണെന്ന കുറ്റപ്പെടുത്തലുമായി CPI. ആലപ്പുഴയിൽ 25ാം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലാണ് വിമർശനം. സംഭരിച്ച നെല്ലിന്റെ പണം പോലും കൊടുക്കാനായിട്ടില്ല. കർഷകക്ഷേമ ബോർഡ് കടലാസിലൊതുങ്ങി കിടക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള ആഭ്യന്തര കയറ്റുമതിക്കുള്ള കസ്റ്റംസ് അനുമതിയായി കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ കീഴിലുള്ള കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് ആണ് പ്രാഥമിക അനുമതി നൽകിയിരിക്കുന്നത്. മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കൊച്ചിയിലെ കസ്റ്റംസ് കമ്മീഷണറേറ്റിൽ നിന്ന് അന്തിമ അനുമതിയും ഉടൻ ലഭിക്കും. കോപ്പടി സഹകരണ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരി കുറിച്ചിലക്കോട് പുന്നക്കുടി വീട്ടിൽ അശ്വതി ബാങ്കിന്റെ മുകളിൽ നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട ബന്ധുക്കൾ രംഗത്ത്. ബന്ധുക്കൾ കോടനാട് പോലീസിൽ പരാതി നൽകി. ഭർത്താവ് വിപിൻ, സഹോദരൻ കോപ്പടി പാപ്പൻപടി ജന്മംകുളം വീട്ടിൽ JV അമൽ എന്നിവരാണ് പരാതി നൽകിയത്. ആറുവരിയിൽ ദേശീയപാതയിൽ യാത്രയ്ക്ക് മറ്റ് തടസ്സങ്ങളില്ലെന്ന് കരുതി അമിത വേഗത ഉൾപ്പെടെ ഗതാഗത നിയമങ്ങൾ തെറ്റിച്ചാൽ പണി കിട്ടും. റോഡിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. ദേശീയപാത 66-ൽ ഉടനീളം ഓട്ടോമാറ്റിക് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം പ്രവർത്തിക്കും. ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ ആയുർവേദ ചികിത്സയ്ക്കായി കാഞ്ഞിരപ്പള്ളി പാറത്തോടിലെത്തി. ബുധനാഴ്ച വൈകിട്ട് 7ഓടെയാണ് പാറത്തോടം മടക്കംകുഴി ആയുർവേദ ആശുപത്രിയിൽ ഒരാഴ്ചത്തെ ചികിത്സയ്ക്കായി എത്തിയത്. ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗിന് അപ്രഖ്യാപിത നിയന്ത്രണം എന്ന പരാതി. 19-20 തീയതികളിൽ ഓൺലൈൻ ബുക്കിംഗ് നടത്താൻ കഴിയുന്നില്ല. ഭക്തരെ തടഞ്ഞാൽ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് ഹൈന്ദവ സംഘടനകൾ വ്യക്തമാക്കി. ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്തക്കെതിരെ സർക്കാർ അന്വേഷണം തുടങ്ങി. ആഭ്യന്തര വകുപ്പാണ് ഉന്നതതല അന്വേഷണം നടത്തുന്നത്. വിജിലൻസ് മേധാവി എന്ന നിലയിൽ അനുമതിയില്ലാതെ അന്വേഷണ ഉത്തരവുകൾ പുറത്തിറക്കിയെന്ന പരാതിയിലാണ് അന്വേഷണം. റാപ്പർ വേടനെതിരായ കേസിന് പിന്നിൽ ഗൂഢാലോചനയെന്ന കുടുംബം. അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നുണ്ടെന്നും വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും കുടുംബത്തിന്റെ പരാതിയിലുള്ളത്. ADGP MR അജിത് കുമാറിന്റെ ട്രാക്ടർ യാത്ര മേലുദ്യോഗസ്ഥന് റിപ്പോർട്ട് ചെയ്ത ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. പത്തനംതിട്ട സ്പെഷ്യൽ ബ്രാഞ്ച് DYSP R ജോസിനെയാണ് സ്ഥലം മാറ്റിയത്. എറണാകുളം റൂറൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയിലേക്കാണ് സ്ഥലം മാറ്റം. 17 വയസ്സുകാരിക്ക് നേരെ കാസർഗോഡ് ലൈംഗിക പീഡനം. അച്ഛനും അമ്മാവനും നാട്ടുകാരനുമാണ് പ്രതികൾ. 10ാം വയസ്സിൽ അച്ഛനാണ് ആദ്യമായി പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. കൗൺസിലിംഗിനാണ് കുട്ടി പീഡന വിവരം വെളിപ്പെടുത്തിയത്. പിതാവ് തന്നെ നിരന്തരം പീഡിപ്പിക്കുമായിരുന്നുവെന്ന് കുട്ടി നൽകിയ മൊഴിയിൽ പറയും. അടൂര് DYFI നേതാവായിരുന്ന ജോയലിന്റെ മരണം പോലീസ് കസ്റ്റഡി മർദ്ദനം മൂലമാണെന്ന കുടുംബം. 2020 ജനുവരി 1-നാണ് ജോയലിന് ക്രൂരമായി മർദ്ദനമേറ്റതെന്നും തുടർന്ന് 5 മാസം നീണ്ട ചികിത്സയ്ക്ക് ശേഷം മെയ് 22-ന് അദ്ദേഹം മരണപ്പെടുകയായിരുന്നുവെന്നും കുടുംബം പറയുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാത 66-ന്റെ 444 കിലോമീറ്റർ ദൂരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കൊല്ലം അഞ്ചാലമൂട് സ്കൂളിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ച അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. കായിക അധ്യാപകൻ മുഹമ്മദ് റാഫിയെയാണ് സസ്പെൻഡ് ചെയ്തത്. കുട്ടിയെയും അന്വേഷണ വിധേയമായി സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടേതാണ് നടപടി. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ തല്ലാനുള്ള സ്ഥലമല്ല ക്യാമ്പസ് എന്ന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. അഞ്ചാലമൂടിൽ +2 വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ച സംഭവത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. വിദ്യാർത്ഥിയെ മർദ്ദിച്ച അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതായും വിഷയത്തിൽ കൂടുതൽ പരിശോധന നടത്തി അതിൽ പങ്കാളികളായ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. കായംകുളത്ത് യൂത്ത് കോൺഗ്രസിൽ പൊട്ടിത്തെറി. ഓണാഘോഷത്തിൽ CPIM MLA പ്രതിഭയെ ക്ഷണിച്ചതിനെ ചൊല്ലിയാണ് തർക്കം. വിഷയത്തിൽ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരിതിരിഞ്ഞ് തർക്കത്തിൽ ഏർപ്പെട്ട പ്രവർത്തകർ. CPIM-മായുള്ള സംഘർഷത്തിന് പിന്നാലെ പ്രതിഭയെ ക്ഷണിച്ചതിനാണ് ഒരു വിഭാഗത്തിന് അതൃപ്തി.
കെ ടി ജലീലിന്റെ ആരോപണത്തിന് മറുപടിയുമായി യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് രംഗത്ത്. നാണം കെട്ട രാജിവെച്ചതിലെ പക മാത്രമല്ല കെ ടി ജലീലിനുള്ളത്. മന്ത്രിയായപ്പോൾ നടത്തിയ മറ്റൊരു ഗുരുതര അഴിമതി പുറത്തുവരാൻ പോകുന്നുവെന്നതിലെ വെപ്രാളമാണ് ജലീൽ കാണിക്കുന്നതെന്നും പി കെ ഫിറോസ് പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിയായ യുവാവിന് 23 വർഷം തടവ് ശിക്ഷ. പൂങ്കുളം വെങ്കലമണൽ വീട്ടിൽ സുജിത്ത് എന്ന ചക്കരയെയാണ് തിരുവനന്തപുരം അതിവേഗ പോക്സോ കോടതി ജഡ്ജി അഞ്ജു മീര ബിർള ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 8 മാസം കൂടി ശിക്ഷ അനുഭവിക്കണം. നേപ്പാളിൽ വീണ്ടും സംഘർഷാവസ്ഥ രൂക്ഷമായി. ജയിൽ ചാടിയ തടവുകാർക്ക് നേരെ സൈന്യം നടത്തിയ വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ ആഭ്യന്തര സംഘർഷങ്ങൾക്കിടെ ഏകദേശം 15,000 തടവുകാർ ജയിലുകളിൽ നിന്ന് രക്ഷപ്പെട്ടതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. യമൻ തലസ്ഥാനമായ സനായിൽ ഇസ്രയേലിന്റെ ബോംബാക്രമണം 35 പേർ കൊല്ലപ്പെട്ടു, 130 പേർക്ക് പരിക്കേറ്റു. വടക്കൻ പ്രവേശിയായ അൽ ജോഫിലാണ് ആക്രമണം നടന്നത്. ഹൂതികളുടെ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചു. പാൻ ഇന്ത്യൻ ചിത്രമായൊരുങ്ങുന്ന വൃഷഭയുടെ ഡബ്ബിംഗ് പൂർത്തിയാക്കി മോഹൻലാൽ. താരത്തിന്റെ ഡബ്ബിംഗ് പൂർത്തിയാക്കിയതായി ചിത്രം റിലീസിന് ഒരുങ്ങുകയാണെന്നും അറിയിച്ച നിർമ്മാതാവ് അഭിഷേക് വ്യാസ് ആണ് വിവരം പങ്കുവച്ചത്. ഇതോടെ ന്യൂസ് at 25 പൂർണ്ണമാകുന്നു. നമസ്കാരം.